ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാനും മുഹമ്മദ് ഖോസും അസറുദ്ദീനും കൂടി നാട്ടിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് പർച്ചേസിങ്ങിന് പോകുകയാണ്. അങ്ങനെ ഞങ്ങൾ തുണിക്കടയിലെത്തി ഞങ്ങൾ ഷർട്ടൊക്കെ എടുത്ത് പാകം നോക്കുകയാണ്. ഇവിടെ 2020 കടയാണ്. ഇത് കുറച്ച് വില കുറവുണ്ട് ഈ കടയിൽ. ഇത് സുൽഫിയിൽ പുതിയതായി വന്ന ഒരു കടയാണ്. ഇവിടുന്ന് 2 ഷർട്ടും 2 ബനിയനൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം പോകുകയാണ്. എനിക്ക് പല്ല് വേദന ആയത് കാരണം പെട്ടെന്ന് നാട്ടിലേക്ക് പോകുകയാണ്. പല്ലുകളെല്ലാം ആടുകയാണ്. പ്രഷറോ ഷുഗറോ എന്തൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ. എന്നെപ്പോലെയുള്ള ഒരുവിധം പ്രവാസികൾക്കൊക്കെ ഈ വക അസുഖം കണ്ടെത്താറുണ്ട്. ഒന്നും തിന്നാൻ വയ്യ, പല്ലുകളെല്ലാം ബലം കുറവ്. അതുകൊണ്ട് കഫീലിനോട് പറഞ്ഞപ്പോൾ കഫീൽ പറഞ്ഞു, നാളെ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്നുള്ള വരവ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ഒരു ഷർട്ടൊക്കെ തിരഞ്ഞു നോക്കി. എൻ്റെ പാകത്തിനുള്ള ഒരു ഷർട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ വേഗം എടുത്തു. ഞങ്ങൾ റൂമിലെത്തി പെട്ടികളെല്ലാം കെട്ടി പെട്ടെന്ന് പേരൊക്കെ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പോകുവാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ കണ്ട് പോക്ക് പറയുകയാണ്. മുഹമ്മദ് ഖോസിനെ കൊത്തിപ്പിടിച്ചു ഞാൻ യാത്ര പറയുന്നു. എൻ്റെ പൂച്ച എൻ്റെ പോക്ക് കണ്ടപ്പോൾ അവനക്കും മനസ്സിലായി ഇവൻ എവിടേക്കപ്പോൾ ഇങ്ങനെയൊക്കെ പോണ് എന്ന്. അങ്ങനെ പൂച്ചക്ക് ഭയങ്കര വിഷമം. അങ്ങനെ അവരോടൊക്കെ സലാം പറഞ്ഞു. ഇനി ഞങ്ങൾ റിയാദിലേക്കാണ് പോകുന്നത്. റിയാദിൽ നിന്നും 8 മണിക്കാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുക. ഫ്ലൈറ്റ് 12 മണിക്കാണ്, എയർ ഇന്ത്യ എക്സ്പ്രസ്. അങ്ങനെ ഞങ്ങൾ റിയാദിലേക്ക് പോകുകയാണ്. ഇവിടുന്ന് 3 മണിക്കൂർ റണ്ണിങ് ഉണ്ട് സുൽഫിയിൽ നിന്നും റിയാദിലേക്ക്. അങ്ങനെ ഞങ്ങൾ റിയാദിലെത്തി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകുകയാണ്. നൗഷാദാക്കയാണ് വണ്ടി ഓടിക്കുന്നത്. ഹലോ ഗായ്സ്, നല്ല സന്തോഷത്തിനാണ് ഞാൻ. എനിക്കെൻ്റെ മോനെ കാണാലോ, അത് ഒരു സന്തോഷം. പിന്നെ നാട്ടിൽ ഇപ്പോൾ നല്ല മഴകളാണ്, മഴകൾ കാണാലോ എന്നുള്ള സന്തോഷം. അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടാണ് എന്നെപ്പോലെയുള്ള ഈ പ്രവാസികളെല്ലാം ഇങ്ങനെ പോകുന്നത്. എയർപോർട്ടിൻ്റെ അടുത്തെത്തി ഞങ്ങൾ വണ്ടി സൈഡാക്കി എൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി നൗഷാദാക്ക പോകുകയാണ്. ഞാൻ എയർപോർട്ടിൽ നേരത്തെ എത്തിയിട്ടുണ്ട്. 8 മണിക്കാണ് എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ ചൂടായത് കാരണം ഈ ഫാനിൻ്റെ ചോട്ട് കുറച്ച് നേരെ ഇരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി എൻ്റെ ഫ്ലൈറ്റും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് വന്നു. ഫ്ലൈറ്റിൽ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ കയറി. ഇപ്പോൾ റൺവേയിലാണ്. ഞങ്ങൾ ഇതാ പൊന്താനുള്ള പുറപ്പാടിലാണ്. ഇതാ ഞങ്ങൾ പൊന്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഏകദേശം നാട്ടിലെത്താൻ ആയിട്ടുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ലാൻഡിംഗ് യാത്രയാണ് നിങ്ങൾ കാണുന്നത്. മേഘത്തിൻ്റെ ഉള്ളിലൂടെ താന്നു പോകുന്ന ഈ ഫ്ലൈറ്റിൻ്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ
പുറത്തേക്ക് കാണുന്ന പച്ചപ്പ് നമ്മുടെ മനസ്സിനെ കോരിത്തരുന്നു. ഇത് ഏതൊരു പ്രവാസിക്കും മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷമായിരിക്കും. നമ്മുടെ നാടെത്തി നമ്മുടെ കൂടപ്പിറപ്പുകളെ കാണാനും നമ്മുടെ കുട്ടികളെ കാണാനും അവർ നമ്മളെ കാത്ത് എയർപോർട്ടിൽ നിൽക്കുന്നുണ്ടാകുമല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയും. ഈ പച്ചപ്പ് കാണാൻ നല്ലൊരു ഭംഗിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് അനുഭവിച്ച പ്രവാസികൾക്ക് മാത്രമേ അറിയൂ. എനിക്ക് ഫ്ലൈറ്റിൽ സീറ്റ് കിട്ടിയത് വിൻഡോ സൈഡിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഒക്കെ മെല്ലെ എടുക്കാൻ പറ്റി. അങ്ങനെ ലാൻഡിങ് അടുക്കും തോറും നമ്മുടെ സ്ഥലങ്ങളെല്ലാം ക്ലിയറായി കാണുമ്പോൾ മനസ്സിൽ സന്തോഷം തിങ്ങി നിറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഹലോ ഗായ്സ്, ഇത് ഒന്നുമല്ല വിഷമമായത്. ഫ്ലൈറ്റിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി, ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ നേരത്തെ വന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ച് പുറത്ത് പോയപ്പോൾ ആരുമില്ല ഗായ്സ്. ഞാൻ കരഞ്ഞു പോയി. അവർ വരാൻ നേരം വൈകി. നമ്മുടെ പുതിയ അയവുകളെല്ലാം ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു. എൻ്റെ കൂടെ വന്നവരെല്ലാം പോയി. ഞാൻ വരുന്നത് വീഡിയോ എടുക്കണമെന്നൊക്കെ തലേ ദിവസം വിളിച്ച് പറഞ്ഞതായിരുന്നു. എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് ഓടി വരണം, കൊത്തിപ്പിടിക്കണം എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ നമ്മുടെ ഹൈവേയിൽ ബ്ലോക്കായത് കാരണം അവർക്ക് നേരത്തെ എത്താൻ പറ്റിയില്ല. ഇതാ വരുന്നു ഇവരെ ഞാൻ വീഡിയോ എടുക്കേണ്ടി വന്നു. ഇതാണ് എനിക്ക് പറ്റിയ സംഭവം. ഹലോ ഗായ്സ്, അങ്ങനെ അവർ അടുത്തെത്തി. അവരെ വീഡിയോ ഒക്കെ എടുത്ത് മോനൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിൽ പത്തിരി എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, റാഹത്തായി. ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ.